ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. കുറച്ചധികം ദിവസമായി നമ്മൾ കണ്ടിട്ട്, നമ്മൾ വിശേഷങ്ങൾ പങ്കുവച്ചിട്ട്. നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്ന് ഹാപ്പിയായി +1 ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും +1 സയൻസ് എടുത്ത ആൾക്കാരാണ്. ഇവിടെ എന്തിനാണ് ഒരു അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിൽ ഞാൻ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് കുറച്ച് കണക്ക് പറയാനുണ്ട്. സാർ, നിങ്ങളൊരു ഇംഗ്ലീഷ് ടീച്ചറല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ കണക്ക് പറയാൻ വന്നത്? ആ കണക്കല്ലാന്നേ, നിങ്ങൾക്ക് അത്രമേൽ യൂസ്ഫുൾ ആവുന്ന, നിങ്ങളുടെ ഇനിയുള്ള ഈ അക്കാദമിക് ഇയർ മുഴുവൻ നിങ്ങൾക്കൊരു വാർണിംഗ് ആവാൻ പോകുന്ന ഒരു കണക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ SSLC റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ മിസ്സായിപ്പോയ, നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നുപോയ ഒരു റിസൾട്ട് കൂടെയുണ്ട്. അതിൻ്റെ ഒരു കണക്ക്, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ SSLC റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ സക്സസ് പെർസെൻറ്റേജ് എത്രയായിരുന്നു എന്ന് വല്ല ധാരണയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 4,27,153 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 99.69 പേര് പരീക്ഷ പാസ്സായിട്ടുണ്ട്. കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം ഞാൻ. ഒരു 300 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരാൾ പരീക്ഷയിൽ തോക്കുന്നു. അതാണ് ആ പറഞ്ഞതിൻ്റെ കണക്ക്. 300 പേര് പരീക്ഷ എഴുതുമ്പോൾ ഒരാൾ തോൽക്കുന്നു SSLC പരീക്ഷയിൽ. ആൻഡ് നമ്പർ ഓഫ് ഫുൾ A+കളുടെ എണ്ണം എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് 70,000-ലും അധികമാണ്. എന്നാൽ നമ്മൾ ആ സെലിബ്രേഷൻ ഇടയ്ക്ക് മറന്നുപോയ മറ്റൊരു റിസൾട്ട് ഉണ്ട്. അത് ഹയർ സെക്കൻഡറി 2024 റിസൾട്ടാണ്. അതിൻ്റെ കണക്ക് ഞാൻ കൃത്യമായി പറയാം, നിങ്ങളൊന്ന് കേട്ടോളൂ. 3,74,755 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 2,94,888 പേർ പരീക്ഷയിൽ പാസ്സാവുന്നു. എന്നാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം 79,867 പേര് പരീക്ഷയിൽ തോൽക്കുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, SSLC എക്സാമിൽ 300 പേര് പരീക്ഷ എഴുതുമ്പോഴാണ് ഒരാൾ തോൽക്കുക. എന്നാൽ +2ൻ്റെ സക്സസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? അത് 78.69 എന്ന് പറഞ്ഞാൽ 100 പേര് പരീക്ഷ എഴുതുമ്പോൾ 21 പേര് പരീക്ഷയ്ക്ക് തോൽക്കുന്നു. ഞാനതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി തരാം നിങ്ങൾക്ക്. ഒരു ക്ലാസ്സിൽ 100 പേരുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാവുന്ന 100 പേർ, ആ 100 പേരും പരീക്ഷ എഴുതുന്നു. അതിൽ 22 പേർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4-1 പരീക്ഷയിൽ തോൽക്കുന്നു. പരീക്ഷയിൽ ഫുൾ A+ കിട്ടാത്ത ആൾക്കാരല്ല കേട്ടോ, പരീക്ഷയിൽ തോൽക്കുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ സാർ ഈ +2 എന്ന് പറയുമ്പോൾ +1 +2 സയൻസ് മാത്രമല്ലല്ലോ, ഹ്യൂമാനിറ്റീസ് വരും, കൊമേഴ്സ് വരും. സോ ഇതിൽ മുഴുവനല്ലേ? സയൻസിൽ അത്ര പേരൊന്നും തോറ്റിട്ടുണ്ടാവില്ല. കാരണം എന്താ, സയൻസിൽ നന്നായിട്ട് പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ ഫുൾ A+, 9 A+, 8 A+ ഒക്കെ കിട്ടിയ ആൾക്കാരാണ് പരീക്ഷ എഴുതുന്നത്. സോ അവരൊരിക്കലും തോറ്റിട്ടുണ്ടാവില്ല. ഇത് ബാക്കിയുള്ള സ്ട്രീമുകളുടെ കൂടെ റിസൾട്ട് വരുമ്പോൾ ഉള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. എന്നാൽ ഒരു കഥ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2024 +2 പരീക്ഷ എഴുതിയത്, സയൻസിൽ റെഗുലർ ബാച്ചിൽ +2 എക്സാം എഴുതിയത് 1,89,411. ഇവർ മുഴുവൻ +1 +2 സയൻസ് ആണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നേടി സയൻസ് എടുത്ത ആൾക്കാരും. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് 1,60,696 പേർ എന്ന് പറഞ്ഞാൽ 84.84 സക്സസ് പെർസെൻറ്റേജ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, 100 പേര് സയൻസിൽ പരീക്ഷ എഴുതുമ്പോൾ അതിൽ 15 പേർ തോൽക്കുന്നുണ്ട്. വേറാസ് 10ാം ക്ലാസ്സിൽ 300 പേര് പരീക്ഷ എഴുതുമ്പോൾ ഒരാൾ തോറ്റിട്ടുണ്ടായിരുന്നു. എന്തിനാണ് സാർ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് പോകുമ്പോൾ ഇത്രയും ബഹളം? നേരത്തെ തുടങ്ങണമെന്നും, ആകെ 4 കോർ സബ്ജക്റ്റുകളും മൊത്തം 6 സബ്ജക്റ്റുകളും ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ടും എന്തിനാണ് സാർ ഇത്രയും ടെൻഷൻ ആളുകൾ അടിക്കുന്നത്? എന്തിനാണ് ടീച്ചേഴ്സ് വാതോരാതെ +1 എത്തുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത്? ലോജിക്ക് വളരെ സിമ്പിളാണ്. 300 പേർ പരീക്ഷ എഴുതി ഒരാൾ തോൽക്കുന്ന പരീക്ഷയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയത്. എന്നാൽ ഇത്തവണ ഈ അക്കാദമിക് ഇയറിൻ്റെ അവസാനം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ 100 പേരിൽ 15 പേർ തോൽക്കുന്ന പരീക്ഷയാണ്. നിങ്ങൾ തോൽക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനർത്ഥം മൊത്തത്തിൽ റിസൾട്ടിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 300-ൽ 1, 100-ൽ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് നമ്മൾ 100ലേക്ക് വരുവാണെങ്കിൽ 100-ൽ 0.3 ആൾക്കാരാണ് തോൽക്കുന്നത്. എന്നാൽ +2-ൽ 15% എന്ന് പറയുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ, നിങ്ങൾ ഇതിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 45 ഇരട്ടിയാണ്.
തോൽക്കുന്ന ആളുകളുടെ എണ്ണം 45 ഇരട്ടി. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതിൻ്റെ 45 ഇരട്ടി എഫേർട്ടൊന്നും നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തിൻ്റെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എഫേർട്ടിൻ്റെ ഒരു 2 ഇരട്ടി 3 ഇരട്ടിയെങ്കിലും എഫേർട്ട് എടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ +1 +2 ഗംഭീരമായി പാസ്സാവാൻ പോകുന്നത്? സോ ഇതാണ് നമ്മുടെ വലിയ ചോദ്യം. സോ ഈ ഓട്ടത്തിൽ പിന്നിലായി പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ആർജിച്ച കോൺഫിഡൻസ്, നിങ്ങൾ ആർജിച്ച അറിവുകളൊന്നും ചിലപ്പോൾ മതിയാവില്ല +1 ഈ വലിയ പരീക്ഷകളെ നിങ്ങൾക്ക് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സിമ്പിളാണ് കാര്യങ്ങൾ. നേരത്തെ തുടങ്ങുക, ഏറ്റവും സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ പഠിച്ചു പോവുക. അതിന് നിങ്ങൾക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് പലർക്കും ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ കഴിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ യാത്ര കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാവും. നമ്മൾ പാസ്സാവാൻ വേണ്ടി പഠിക്കുന്ന ആളുകളല്ല, ഫുൾ A+ നേടാൻ വേണ്ടി പഠിക്കുന്ന ആളുകളല്ല, നേരെ മറിച്ച് 520ൽ 520 സ്കോർ ചെയ്യാൻ വേണ്ടി സ്വപ്നം കാണുന്ന ആളുകളാണ്. സോ ആ മാജിക് നമ്പർ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് അത്രമേൽ എളുപ്പമാവില്ല നിങ്ങൾക്ക് എന്ന് ഈ പറഞ്ഞ നമ്പർ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിനൊരു ഗംഭീരമായ സൊല്യൂഷനാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച്. നിങ്ങൾക്കറിയാം അസ്ത്രയെക്കുറിച്ച് ഞാൻ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അസ്ത്ര എത്രമേൽ ഗംഭീരമായി നിങ്ങളെ തയ്യാറെടുപ്പിച്ചു എന്ന് പേഴ്സണലി അറിയാവുന്ന ആളുകളാണ്. അതിലും ഗംഭീരരായ അല്ലെങ്കിൽ അത്രമേൽ സിസ്റ്റമാറ്റിക് ആയ ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് +1 അഗ്നി ബാച്ചിൽ സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ കോർ സബ്ജക്റ്റുകളും അതിനൊപ്പം ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് അഗ്നിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഈ അക്കാദമിക് ഇയർ കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആവുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പല കാര്യങ്ങളും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പോലും ഒരു ടോപ്പിക്ക് പോലും മിസ്സാവാതെ കൃത്യമായി പഠിച്ചു പോകണം. അവിടെയും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ സക്സസ് പെർസെൻറ്റേജിനെ കുറിച്ചാണ്. ആൻഡ് ഉറപ്പായിട്ടും ആ 100ൽ 15 പേരിൽ നിങ്ങൾ ഉണ്ടാവരുത്. നിങ്ങൾ ഉണ്ടാവേണ്ടത് ആ 100ൽ ഒന്നാമനായിട്ടാണ്. സോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഇപ്പോഴേ തുടങ്ങണം. സോ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ അഡ്മിഷൻ, സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ ജൂലൈ 10-നാണ് നമ്മുടെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇനിയും സമയം നിങ്ങൾക്ക് ഒട്ടും വേസ്റ്റ് ആക്കാനില്ല. എനിക്കറിയാം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും സമയം വേസ്റ്റ് ചെയ്യാതെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. താങ്ക് യു.